إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യുവാനും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം നമ്മെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ പരാമർശിക്കുന്ന ചില സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ കാരണം നമ്മുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കണം, അത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പരാമർശിക്കുന്ന ആയത്തിൽ ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിലൊന്ന്, മാതാപിതാക്കൾ നമ്മളുമായി അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത്,
മാതാപിതാക്കൾ നമുക്ക് കടപ്പെട്ടതിനേക്കാൾ ഉപരിയായി പ്രപഞ്ചനാഥനായ നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ കരുണാവാരിധിയായ നമ്മുടെ റബ്ബ് നമ്മളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരാധനയും ഈ ശുക്റും നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് അള്ളാഹുവിന് എന്തെങ്കിലും അത് മുഖേന ഒരു ഗുണം ഉണ്ട് എന്നതുകൊണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, അള്ളാഹു പറഞ്ഞതായി പറയുന്ന ഒരു ഹദീസിലൂടെ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ഫീ മുൽക്കി ശൈഅ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമുള്ള ആളുകൾ, മനുഷ്യാരംഭം തൊട്ട്, വ ആഖിറക്കും മനുഷ്യരുടെ അവസാനത്തെ ആൾ വരേക്കുമുള്ള സഹസ്രകോടി മനുഷ്യ സമൂഹം, അവരെല്ലാവരും, അതുപോലെ തന്നെ ഇൻസും ജിന്നും അടങ്ങുന്ന വലിയ ഒരു സൃഷ്ടി സമൂഹത്തെ ഒന്നാകെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അവരെല്ലാവരും കൂടി കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരാളുടെ ഏറ്റവും തഖ്വയുള്ള സൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന, അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്ത് ശരിയായ ഒരു മുത്തഖിയായി ജീവിക്കുന്ന ഒരാളെ പോലെ ഇവരെല്ലാവരും കൂടി അങ്ങായിത്തീർന്നാൽ മാ സാദ ഫീ മുൽക്കി ശൈഅ, അത് എൻ്റെ, അള്ളാഹു പറയാണ്, എൻ്റെ അധികാരത്തിൽ, എൻ്റെ കഴിവിൽ യാതൊരു തരത്തിലുള്ള വർധനവും ഉണ്ടാക്കുകയില്ല. അതേപോലെ റസൂൽ പറഞ്ഞു, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ഫീ മുൽക്കി ശൈഅ. നിങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ആദ്യത്തെ ആളും അവസാനത്തെ ആൾ വരെയുള്ള മുഴുവൻ ആളുകളും, അതുപോലെ തന്നെ മുഴുവൻ ജിന്നുകളും എല്ലാവരും കൂടി ഒരേറ്റവും മോശപ്പെട്ട, വളരെ മോശപ്പെട്ട ഒരാളെ പോലെ എല്ലാവരും കൂടി അങ്ങായി മോശമായാൽ മാ നഖസ ഫീ മുൽക്കി ശൈഅ, അത് എൻ്റെ അധികാരത്തിൽ, എൻ്റെ കഴിവിൽ അതുകൊണ്ട് ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ആരാധനകളും ഇബാദത്തുകളും ഈ ശുക്ർ അർപ്പിക്കുന്നതുമെല്ലാം അതിൻ്റെ ഗുണം നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത്, മനുഷ്യരിലേക്ക് തന്നെയാണ്. ആ ഇബാദത്തുകളും ആരാധനകളും അള്ളാഹുവിന് അർപ്പിക്കേണ്ട ശുക്റുകളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെയാണത് മാറ്റം വരുത്തുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും, നമ്മുടെ ജീവിത ശൈലികളിലും, നാം അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളിലും, ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളിലും, നാം ആർജിക്കുന്ന വിജ്ഞാനങ്ങളിലും, ആ വിജ്ഞാനം ഉപയോഗപ്പെടുത്തുന്നതിലും, മനുഷ്യൻ ആർജിക്കുന്ന ടെക്നോളജിയും ആ ടെക്നോളജി ഉപയോഗിക്കുന്നതിലും, മനുഷ്യന്റെ അധികാരം, അവന്റെ ആയുധങ്ങൾ, അവന്റെ എല്ലാ കാര്യങ്ങളും അത് ഒരു വിശ്വാസിയുടെ കൈകളിലാണ് വരുന്നതെങ്കിൽ അത് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും, മുഴുവൻ മനുഷ്യർക്കും ഏറ്റവും ഉപകാരപ്രദമായ, ഏറ്റവും പ്രയോജനകരമായ രൂപത്തിലായിരിക്കും ആ കാര്യം ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആപാത ചൂടും, ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പൂർണ്ണമായ, പരിപൂർണമായ സൂക്ഷ്മത, തഖ്വ കൈവരുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു. അത് മനുഷ്യ സമൂഹത്തിന്, വ്യക്തിക്കും അവന്റെ കുടുംബത്തിനും അവൻ ജീവിക്കുന്ന ചുറ്റുപാടിനും അവന്റെ രാജ്യത്തിനും ലോകത്തിനും തന്നെ വലിയ അനുഗ്രഹമായി മാറുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തഖ്വ, ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരവസ്ഥ മനുഷ്യന്
ഉണ്ടാകുമ്പോൾ ആ ഒരു കാര്യം ഒരു പ്രത്യേകമായൊരു പ്രായമെത്തുന്ന സമയത്ത് വിശ്വാസിയായ മനുഷ്യന്റെ സമീപനം, അവന്റെ ആറ്റിറ്റ്യൂഡ്, ജീവിതത്തോടുള്ള അവന്റെ മനോഭാവം, തൻ്റെ മാതാപിതാക്കളോട് അവൻ കാണിക്കുന്ന ആ ഒരു ബന്ധം, അവർ ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടു പോയവരായാലും ആ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള അവൻ്റേതായ ഒരു കാഴ്ചപ്പാട്, അവൻ്റെ മക്കൾ, ആ മക്കൾ ഏത് രൂപത്തിലാണ് എന്ന അവസ്ഥയിൽ അവൻ കാണുന്നത്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നത് എനിക്കൊരു പ്രത്യേകമായ പ്രായമെത്തുന്ന സമയത്താണ്. എൻ്റെ മക്കളെ അവരുടെ കുസൃതികളും അവരുടെ വളർച്ചയും അവരുടെ ജീവിതത്തിലെ മറ്റ് എല്ലാവിധ കാര്യങ്ങളും കാണുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കളും ഇതുപോലെ തന്നെയാണ് എന്നെ വളർത്തിയത്, എൻ്റെ അനുഭവം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി പ്രയാസകരമായിട്ടായിരിക്കും എൻ്റെ മാതാപിതാക്കൾ എന്നെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രായത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, മനുഷ്യനോട് നാം ഇതാ വസിയ്യത്ത് ചെയ്യുന്നു, ബിവാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. ഹംലുഹു വ ഉമ്മുഹു ഹമലത്തുഹു ഉമ്മുഹു കുർഹാ, അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നിച്ചിട്ടുള്ളത് വളരെ പ്രയാസത്തോടു കൂടിയാണ്. വളഅതുഹു കുർഹാ, അതുപോലെ തന്നെ അവനെ പ്രസവിച്ചിട്ടുള്ളതും പ്രയാസത്തോടു കൂടിയാണ്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, അവനെ ഗർഭം ചുമന്നതും അതുപോലെ തന്നെ മുലയൂട്ടുന്നതുമായ ആ കാലയളവ് ഏറ്റവും ചുരുങ്ങിയത് 30 മാസമാണ്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ ഈ മനുഷ്യൻ വളർന്ന്, ഈ കുഞ്ഞ് വളർന്ന് ഒരു പക്വതയോടുകൂടി കരുത്താർജിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി. ബലഗ 40 സന, അവന് 40 വയസ്സാവുകയും ചെയ്തു. അപ്പൊ 40 വയസ്സ് എന്ന് പറയുമ്പോൾ ആ പ്രായം അവന്റെ കുട്ടികളൊക്കെ ഏതാണ്ട് ചെറിയൊരു നല്ലൊരു പ്രായത്തിലേക്ക് വളർന്ന, മാതാപിതാക്കൾ ഒന്നുകിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു സമയത്ത് അവന്റെ മനസ്സിൽ, അവന്റെ ചിന്തയിൽ വരുന്നത്, ഖുർആൻ പറയുന്നു, ഖാല, അവൻ പറയുന്നു, റബ്ബി, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, ഔസിഅനി, എനിക്ക് നീ തോന്നിപ്പിക്കണമേ, എന്റെ മനസ്സിൽ നീ ഇട്ടുതരണമേ, എനിക്ക് നീ സൗകര്യം ചെയ്തു തരണമേ. അൻഅശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾക്ക് അതിന് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് സൗകര്യം ചെയ്തു തരണമേ. അവൻ ചിന്തിക്കുകയാണ്, അവൻ ആലോചിക്കുകയാണ്, അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് അവൻ വിലയിരുത്തുകയാണ്, അവന്റെ മാതാപിതാക്കളുടെ അവസ്ഥയെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുകയാണ്, അവന്റെ മക്കളെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുകയാണ്, മക്കൾ വളർന്നു വരുന്നതിനെയും മക്കളുടെ ഭാവിയെ സംബന്ധിച്ചുമൊക്കെ അവൻ കാണുകയാണ്, ആ മക്കളിലൂടെ അവനുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവൻ കാണുകയാണ്, അവന്റെ മാതാപിതാക്കളിലൂടെ അവന് കൈവന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഓർക്കുകയാണ്. തൻ്റെ അവസ്ഥക്കും അതുപോലെ തൻ്റെ വിദ്യാഭ്യാസത്തിനും തൻ്റെ യോഗ്യതക്കുമൊക്കെ പറ്റുന്ന രൂപത്തിൽ മാതാപിതാക്കൾക്ക് ആ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് വളരാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിലും അവരുടേതായ കഴിവിൽ നിന്നുകൊണ്ട്, അവരുടേതായ പരിധിയിൽ നിന്നുകൊണ്ട് അവർ അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നെ വളർത്തിയത്. ആ കാര്യങ്ങൾ അവൻ ഓർക്കുന്നു. ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം ചെയ്തതുപോലെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ പറയുന്നത്, വഅൻ അഅമല സ്വാലിഹൻ തർള, ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട് എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട്, ഇതെല്ലാം നിന്റേതായ അനുഗ്രഹങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ ഇതാ പറയുന്നു, റബ്ബേ, അൻ അഅമല സ്വാലിഹൻ തർള, നീ ഇഷ്ടപ്പെടുന്നതായ പ്രവർത്തനങ്ങൾ, അമലുസ്വാലിഹാത്തുകൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ, അതിനുള്ള സൗകര്യം നീ എനിക്ക് നൽകണമേ.
വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകുന്നത് പോലെ എൻ്റെ സന്താനങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ സ്വലാഹിയ്യത്തുണ്ടാക്കി തരണമേ അല്ലാഹുവേ, അവരുടെ കാര്യങ്ങളിൽ നീ നന്മ ഉണ്ടാക്കി തരണമേ അല്ലാഹുവേ. എനിക്കും കുടുംബത്തിനും സമൂഹത്തിനും അവർക്ക് തന്നെയും ഉപകാരപ്രദമാകുന്ന, അവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്ന, മാനവ സമൂഹത്തിന് ധർമ്മം ചെയ്യാൻ കഴിയുന്ന, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാവിധ നന്മയും സ്വലാഹിയത്തും എല്ലാവിധമായ പക്വതയും എല്ലാവിധത്തിലുള്ള ശേഷിയും ഈ മക്കളിൽ ഉണ്ടാക്കി തരണമേ എന്നവൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വളർന്നു വന്നതിൽ, എൻ്റെ മാതാപിതാക്കളും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ, എൻ്റെ മക്കളെ പരിപാലിച്ച കാര്യത്തിൽ, അവരെ വളർത്തി വലുതാക്കിയതിൻ്റെ കാര്യത്തിൽ, അവർക്കാവശ്യമായ ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകിയ കാര്യത്തിൽ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ വിഷയത്തിലെല്ലാം ഒരായ്മകളും അതുപോലെ തന്നെ അപാകതകളും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇന്നീ തുബ്തുയിലേക്ക്, ഞാനിതാ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്, തൗബ ചെയ്യുകയാണ്, ഖേദിച്ചു മടങ്ങുകയാണ്. വഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാൻ നിനക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവരുടെ കൂട്ടത്തിലും ആണ് എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ മനുഷ്യൻ സന്നദ്ധനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട ബാധ്യതയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയ ഈ ആയത്തിൽ അള്ളാഹു നമ്മെ സംബന്ധിച്ചും നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചുമൊക്കെ പ്രത്യേകമായ പരാമർശം നടത്തിക്കൊണ്ടാണ് അള്ളാഹുവിന് ചെയ്യേണ്ടതായ ഇബാദത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ സൽക്കർമ്മങ്ങൾക്കാണ്, ആ ജീവിത മനോഭാവത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നിർവഹിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്? നിങ്ങളെ പടച്ചവനെ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചവൻ. മനുഷ്യവർഗത്തിന് മുമ്പ് ചിലപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന നിലയ്ക്ക് ഇവിടെ സൃഷ്ടികൾ ഉണ്ടായിരിക്കാം എന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരണം നൽകുന്നു. കാരണം മാനവ സമൂഹത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നാഥനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണമെന്ന്. എന്തിനാണിത്? ലഅല്ലക്കും തത്തഖൂൻ, നേരത്തെ ഹദീസിൽ വിവരിച്ചതുപോലെ അത് അല്ലാഹുവിന് വേണ്ടിയല്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളിൽ ആ സൂക്ഷ്മത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, ആ തഖ്വാബോധം നിങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയുള്ളവനാണ് അല്ലാഹു? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ ജീവിക്കാൻ വാസയോഗ്യമാക്കി എല്ലാ നിലക്കും അണിയിച്ചൊരുക്കി സംവിധാനിച്ചവനാണവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി, എടുപ്പാക്കി, സംരക്ഷണ വലയമാക്കി, അവിടെ നിന്ന് മഴ വർഷിപ്പിക്കുന്ന സംവിധാനമുണ്ടാക്കി. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അത് മുഖേന എല്ലാവിധ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും അത് മുഖേന നിങ്ങൾക്ക് ഉപജീവനം ഉണ്ടാക്കി തരികയും ചെയ്തിട്ടുള്ള അത് അള്ളാഹു മാത്രമാണ്. ആ പ്രവർത്തനം നിർവഹിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മാത്രം അപാരമായ അനുഗ്രഹമാണ്. അതിൽ മറ്റാർക്കും യാതൊരു കഴിവുമില്ല, യാതൊരു പങ്കാളിത്തവുമില്ല. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റൊരു സമന്മാരെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഭൗതികമായ ഇബാദത്തുണ്ട്, അഭൗതികമായിട്ടുള്ള ഇബാദത്തുമുണ്ട്. ഭൗതികമായ ഇബാദത്ത് എന്ന് പറയുന്നത് ഭൗതികതയോടുള്ള നമ്മുടെ അടിമത്തമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭൗതികമായ താല്പര്യത്തിന്റെ പരിധിയിൽ മാത്രം നിർത്തുകയും എല്ലാവിധ കാര്യങ്ങളും അതിനു വേണ്ടി വിനിയോഗിക്കുകയും ജീവിതം തന്നെ ആ ഒരു ഭൗതികതയിൽ മാത്രം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ഭൗതികമായ തരത്തിലുള്ള ഒരു അടിമത്തമാണ്. അതേ പ്രകാരം തന്നെ
അല്ലാഹുവല്ലാത്ത മറ്റ് ശക്തികളിൽ അദൃശ്യമായി വിശ്വസിക്കുകയും അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത് ലഭിച്ചത് എന്ന് ഈമാൻ കൊള്ളുകയും ആ അനുഗ്രഹത്തിന്റെ നന്ദിയൊക്കെ അവരിലേക്ക് തിരിച്ചുവിടുകയും ഇന്ന ഇന്ന ഹോജാക്കന്മാരും ഇന്ന ഇന്ന ആളുകളും ഔലിയാക്കന്മാരും ഇന്ന ഇന്ന ദേവന്മാരും ദേവിമാരും ഇന്ന ഇന്ന മഹാപുരുഷന്മാരും അതുപോലുള്ള ആളുകളുമാണ്, അല്ലെങ്കിൽ അവരുടെ ശക്തികളിലൂടെയാണ് എനിക്കിത് ലഭിച്ചത്, അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന ചിന്ത ഇബാദത്തിന്റെ അഭൗതികമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇബാദത്തിനെ മാറ്റിപ്പോകുന്നു. അതിനെ സംബന്ധിച്ചാണ് ശിർക്കുൻ അക്ബർ, ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റതിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. തന്റെ രക്ഷിതാവിനെ ആരെങ്കിലും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരുത്തനെയും പങ്കാളികളാക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഈ ശിർക്കിനെ സംബന്ധിച്ച് ഖുർആനിന്റെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിലെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ. ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ മറ്റുള്ളവരത് കാണണം, മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടണം, അവരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭ്യമാകണം എന്ന ഉദ്ദേശത്തോടുകൂടി നാം നിർവഹിക്കുന്ന കാര്യങ്ങൾ ഭൗതികമായ ലോകമാന്യത്തിന് വേണ്ടിയും ലോക താല്പര്യത്തിന് വേണ്ടിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറിപ്പോവുകയും മനുഷ്യനെന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക്, മുത്തഖി എന്ന നിലക്ക് നാം നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളിൽ നിഫാഖ്, കാപട്യം വന്നു ചേരുകയും അതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹു പറയും, നിനക്കിതിന്റെ പ്രതിഫലം നീ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് നിനക്ക് യാതൊരു ഓഹരിയുമില്ല, വിഹിതവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ആളുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ വളരെ കൃത്യമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ വഴി എന്ന് പറയുന്നത് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയാവരുത്. അല്ലാഹു അല്ലാത്തവരുടെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം, താല്പര്യങ്ങൾ ലഭിക്കണം, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറണം എന്ന ഉദ്ദേശത്തോടു കൂടിയാവാതെ പരിപൂർണമായ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അള്ളാഹു പറയാണ്, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നല്ലാതെ, മുഖ്ലിസീന, നിഷ്കളങ്കരായ, പ്യൂരിഫൈ ചെയ്ത മനസ്സോടുകൂടി, ലഹുദ്ദീൻ, പൂർണ്ണമായി അള്ളാഹുവിനാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. ആ സമർപ്പണത്തോടുകൂടി പൂർണ്ണമായ ഇബാദത്ത്, അള്ളാഹുവിന്റെ നിയ്യത്ത് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സഹാബികളോട് ഏറ്റവും പവിത്രമായ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും ത്യാഗപൂർണമായ ഒരു പ്രവർത്തനമാണ്, ഒരു ജിഹാദ് തന്നെയാണ് പലായനം ചെയ്യുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിന് അനുമതി കിട്ടിയിട്ടില്ല പോവാൻ. അങ്ങനെ നിഷ്കളങ്കമായ ആ സഹാബികൾ മദീനയിലേക്ക് പോകുന്ന യാത്രാമധ്യേ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിക്കുക, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് നിങ്ങളുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു മനുഷ്യനും അവൻ എന്ത് പ്രവർത്തിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, വിഷമം സഹിച്ചാലും, അവൻ എന്താണോ ആ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിച്ചത്, അവന്റെ മനസ്സ് അവനോട് എന്താണോ പറഞ്ഞത്, അത് മാത്രമേ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ, ആരുടെയെങ്കിലും ഹിജ്റ
അവിടെ ചെന്ന് കച്ചവടമൊക്കെ നടത്തി, ബിസിനസ്സൊക്കെ നടത്തി സാമ്പത്തികമായ ശേഷിയുണ്ടാക്കാം, സൗകര്യങ്ങൾ ഉണ്ടാക്കാം എന്ന ഒരു ഉദ്ദേശമാണ് ഈ യാത്രക്ക് പിന്നിൽ ആരെങ്കിലും പ്രചോദിപ്പിക്കുന്നതെങ്കിൽ യുസിബ്ഹ, അത് അവന് കിട്ടിയെന്ന് വന്നേക്കാം. ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ, അല്ല ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബജീവിതം അവിടെ ചെന്ന് സാധിപ്പിച്ചെടുക്കാമെന്നാണെങ്കിൽ യൻകിഹുഹാ, അവനെ ഒരു വിവാഹം ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോ ഏതൊരുവന്റെയും ഹിജ്റ അവരെന്തൊരു മനസ്സിൽ കരുതിയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ എന്ന് സ്വഹാബികൾക്ക് കുടുംബവും നാടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് ദീനിനു വേണ്ടി മദീനത്തേക്ക് ഹിജ്റ പോകുന്ന ആ നിഷ്കളങ്കരായ സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അവരുടെ നിയ്യത്ത് നന്നാവാൻ വേണ്ടിയാണ്, അവരുടെ ഉദ്ദേശം നന്നാവാൻ വേണ്ടിയാണ്. ആ ഉദ്ദേശത്തിന് വേണ്ടിയേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുകയുള്ളൂ, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്ദർഭത്തിൽ സഹാബികളെ അത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വസ്തുതകളാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം. അള്ളാഹു ഖുർആനിൽ വിവരിക്കുന്ന എല്ലാ ചരിത്ര സംഭവങ്ങളും, വിശ്വാസികളുടെ ചരിത്ര സംഭവങ്ങൾ അത് തന്നെയാണ്, അതിലേക്കാണ് വിവരിച്ചുകൊണ്ടുന്നത്. അതുപോലെ അവിശ്വാസികളും കപടവിശ്വാസികളുമായിട്ടുള്ള ആളുകളുടെ വിവരണങ്ങൾ ഖുർആൻ പറയുന്നത് ഈ ഒരു വഴിയിൽ നിന്ന് മാറിപ്പോയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന താക്കീതുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, ഇതെല്ലാം ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തെയും അള്ളാഹുവിന്റെ അനിഷ്ടത്തെയും അള്ളാഹുവിന്റെ ശിക്ഷയെയും ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഇബാദത്ത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു വെളിച്ചം, പ്രകാശം, നൂർ, അത് നമുക്ക് ലഭിക്കണം. അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നൂറുൻ അലാ നൂർ എന്നതിനെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്തുൻ നൂറിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിന്റെ, ഹൃദയത്തിന്റെ എല്ലാ കോണുകളിലും എവിടെയെങ്കിലും അള്ളാഹുവിന്റെ പ്രകാശം കടക്കാത്തതായ എന്തെങ്കിലും ഒരു ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് നമ്മെ വഴികേടിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പ്രകാശം ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, അള്ളാഹു പടുത്തുയർത്താൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നാണ് അത് ലഭിക്കുന്നത്. ആ ഭവനം ഖുർആനിന്റെ ഭവനമാണ്. ഖുർആനിന്റെ സന്ദേശങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു. ആ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ മുക്കുമൂലകളിലും ഈമാനിന്റെ വെളിച്ചത്തിന്റെ, അള്ളാഹുവിന്റെ ഇൽമിന്റെ ആയാത്തുള്ള, അള്ളാഹുവിന്റെ ആയത്തുകളുടെ ആ ഒരു ശരിയായ രൂപത്തിലുള്ള പ്രകാശത്തെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അംശങ്ങളിലും പ്രകാശം ചൊരുത്തണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ചെയ്താൽ അള്ളാഹു പറയുന്നത്, ഈ രൂപത്തിൽ മാതാപിതാക്കളും മക്കളുമായ സമൂഹം ഈ ഒരു സമീപനത്തിലൂടെ നീങ്ങിയാൽ തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത്, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും, ഇങ്ങനെ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. എന്താ സ്വീകരിക്കുന്നത്? അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ചതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. നമ്മൾ പ്രവർത്തിച്ചതിന്റെ പ്രവർത്തനത്തെ ഒന്നുകൂടി അള്ളാഹു മെച്ചപ്പെടുത്തുന്നു. വനതജാവസു അൻ സയ്യിആതിഹിം, പോരാ, നമ്മളിൽ വന്നുപോയിട്ടുള്ള പോരായ്മകളെ, സയ്യിആത്തുകളെ, ദോഷങ്ങളെ, പാപങ്ങളെ, കുറ്റങ്ങളെ അവൻ കണ്ടില്ല എന്ന് വെക്കുകയും. തജാവസ എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹ് അത് കണ്ടില്ല എന്ന് നടിക്കും. ഹദീസുകളിലൊക്കെ അത് വളരെ വിശദമായി
നമ്മൾ സ്വകാര്യമായി ഉള്ള അള്ളാഹുവിൻ്റെ വിചാരണയെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അത് മാപ്പാക്കി കൊടുക്കുന്നു, അതിനെപ്പറ്റി ചോദ്യം തന്നെയില്ല. അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളാണ്, സ്വർഗക്കാരുടെ കൂടെയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. സത്യസന്ധമായ പ്രോമിസാണ്, വാഗ്ദാനമാണ്. അല്ലദീ കാനൂ യുഅദൂൻ, ഈ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശരിയായ പ്രോമിസാണ്, വാഗ്ദാനമാണ്, വഴതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ വളർന്നു വന്ന, നമ്മൾക്ക് എത്രയാണോ ഇപ്പോൾ പ്രായമായിട്ടുള്ളത്, കണ്ണടച്ചുകൊണ്ട് നമ്മുടെ 60 ആണെങ്കിൽ 59 മുതൽ 0 വരെ നമ്മുടെ ഒരു കണ്ണ് ചിമ്മി നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഓരോ വയസ്സും, നമ്മുടെ ഓരോ ഘട്ടങ്ങളും നമ്മുടെയിലേക്ക് മനസ്സിൽ കടന്നു വരും. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ ആ ഓർമ്മ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും. അത്തരം ഓർമ്മകളാണ് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു എല്ലാവിധത്തിലും ഒരു റിലാക്സ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അത്തരം നല്ല ചിന്തകളാണ്. ആ ചിന്തകളിലൂടെയാണ്, മനസ്സ് നന്നാകുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് തഖ്വയും ഈമാനും ഇബാദത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകുന്നത് ഇബാദത്തിന്റെ ഓരോ കാര്യങ്ങളിലും, ഈമാനിലും തഖ്വയിലുമൊക്കെ മനുഷ്യന്റെ ഭൗതികവും ശാരീരികവും ആത്മീയവുമായ കരുത്തിന് പ്രദാനം ചെയ്യുന്ന, അത് ആ രൂപത്തിൽ പ്രദാനം ചെയ്യുന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ഓരോ ആരാധനാ കർമ്മങ്ങളും ഓരോ വിശ്വാസ സമീപനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അറിഞ്ഞുകൊണ്ട് ദീനിനെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള അപാകതകൾ, പോരായ്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫള് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.